ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റാഫെല്ലോ ബോൾസ് തയ്യാറാക്കാം. 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമുള്ളത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആവശ്യം. ഇതിനായിട്ട് ഞാൻ തേങ്ങയുടെ വെള്ള മാത്രം ചിരവിയെടുത്തതാണിത്. ഇത് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്ത് എടുക്കണം, ഒന്ന് ചെറുതാക്കി എടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഈ രീതിയിൽ ആയാൽ മതി. അതുപോലെ മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ അല്ലെ കടായിൽ, നോൺ സ്റ്റിക്കാണ് കുറച്ചുകൂടെ നല്ലത്, അതിൽ ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ വെള്ളമൊക്കെ വറ്റുന്ന പോലെ നമുക്ക് ചെയ്ത് എടുക്കണം. ഒരു 8-10 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും അതാവും. ഇത് റെഡിയായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഞാനിവിടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ്. ഇത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് അല്പാൽപമായി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കണം. അല്പം കൂടി ആവശ്യമാണ്. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കുഴയ്ക്കാം. അപ്പോൾ അല്പം ആയിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. നമുക്ക് ബോൾസ് പിടിക്കാൻ കിട്ടുന്ന രീതിയിലേക്ക് ആവണം. ബോൾ പോലെ ആക്കാൻ പറ്റുന്നുണ്ട്. മതി. നമുക്കിനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. പരത്തി കൊടുക്കാം. അതിലേക്ക് ബദാമോ പിസ്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കാം. നമ്മുടെ ബദാമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ബോളാക്കി നല്ലപോലെ റോൾ ചെയ്തെടുത്ത ശേഷം നല്ലപോലെ പ്രസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എടുത്ത ശേഷം നമുക്കത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിൽ ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. ഇതുപോലെ മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം.